ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തൊടുത്തത് 15 ബ്രഹ്മോസ് മിസൈലുകളാണെന്ന് റിപ്പോർട്ട്. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ബ്രഹ്മോസ് വിതച്ചത്. ബ്രഹ്മോസിന്റെ ആക്രമണം മെയ് 9, 10 തീയതികളിലായി ആണ് നടത്തിയത്. പാകിസ്ഥാൻ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളെയും നഗരങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് പ്രതിരോധിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടി നൽകിയത്. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തതിനു ശേഷം മിസൈൽ ആക്രമണം ഇന്ത്യ നടത്തുകയായിരുന്നു. ബ്രഹ്മോസ്, സ്കാൽപ് മിസൈലുകളാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രയോഗിച്ചത്. ജമ്മു കശ്മീർ, പത്താൻകോട്ട്, അമൃത്സർ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ പദ്ധതിയിട്ടത്. എന്നാൽ ഇത് പ്രതിരോധിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ ഇന്ത്യ മറുപടി നൽകുകയായിരുന്നു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ തുടരാൻ ധാരണയായി. മെയ് 18 വരെ വെടിനിർത്തൽ നീട്ടി. പാകിസ്ഥാൻ DGMOയും ഇന്ത്യൻ DGMOയും ഹോട്ട്ലൈൻ വഴി ചർച്ച നടത്തിയതാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ഇഷാഖ് ദാറിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധം വഷളായിരുന്നു. ഭീകരാക്രമണത്തിന് മറുപടിയായി അർദ്ധരാത്രിയിൽ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യൻ സേന തകർത്തിരുന്നു. പിന്നാലെ ഇരു സൈന്യവും തമ്മിൽ സംഘർഷത്തിൽ എത്തുകയായിരുന്നു. അതിർത്തി ഗ്രാമങ്ങളിലും ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെയും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഇതിനെ ഇന്ത്യ പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു.